ഹായ് ഫ്രണ്ട്സ്, ജൂൺ 19 വായനാ ദിനവുമായി ബന്ധപ്പെട്ട് ക്വിസ് മത്സരങ്ങളിൽ ചോദിക്കാവുന്ന ഉറപ്പായ ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. കൂട്ടുകാർക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടമായ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കിയാലോ. കേരള സർക്കാർ ജൂൺ 19 വായനാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് ഏത് വർഷം മുതലാണ്? 1996 മുതൽ. ജൂൺ 19 ദേശീയ വായനാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് ഏത് വർഷം മുതലാണ്? 2017 മുതൽ. PN പണിക്കരുടെ മുഴുവൻ പേര്? പുതുവായിൽ നാരായണ പണിക്കർ. PN പണിക്കരുടെ ചിത്രം ആലേഖനം ചെയ്ത സ്റ്റാമ്പ് പുറത്തിറക്കിയത് ഏത് വർഷം? 2004 ജൂൺ 19. വായിച്ചാൽ വളയും വായിച്ചില്ലേൽ വളയും എന്ന് പറഞ്ഞതാര്? കുഞ്ഞുണ്ണി മാഷ്. നിരക്ഷരത നിർമ്മാർജ്ജനത്തിനായി കേരള അനൗപചാരിക വിദ്യാഭ്യാസ വികസന സമിതി PN പണിക്കർ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ രൂപം നൽകിയത് എന്നാണ്? 1977. ലോക പുസ്തക ദിനമായി ആചരിക്കുന്നതെന്ന്? ഏപ്രിൽ 23. ഡിജിറ്റൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പുസ്തകം വായിക്കുന്ന രീതി അറിയപ്പെടുന്നത്? വായന. 1829 കേരളത്തിൽ ആദ്യത്തെ പൊതുവായനശാല തിരുവനന്തപുരത്ത് സ്ഥാപിച്ചതാര്? സ്വാതി തിരുനാൾ. തിരുവിതാംകൂർ ലൈബ്രറി അസോസിയേഷന്റെ മുദ്രാവാക്യം എന്താണ്? വായിച്ചു വളരുക. പുരാതന കാലത്ത് ഏറ്റവും പ്രസിദ്ധമായ ലൈബ്രറി ഏതാണ്? അലക്സാൻഡ്രിയയിലെ ഗ്രേറ്റ് ലൈബ്രറി. കേരള ഗ്രന്ഥശാല ദിനം എന്നാണ്? സെപ്റ്റംബർ 14. ഇന്ത്യൻ ലൈബ്രറി പ്രസ്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതാര്? SR രംഗനാഥൻ. കേരള സർക്കാരിൻ്റെ പരമോന്നത സാഹിത്യ പുരസ്കാരം? എഴുത്തച്ഛൻ പുരസ്കാരം 5 ലക്ഷം രൂപ. കേരള സാഹിത്യ അക്കാദമി നിലവിൽ വന്നത് എന്ന്? 1956 ഒക്ടോബർ 15. കേരള സാഹിത്യ അക്കാദമിയുടെ ആപ്തവാക്യം? മലയാണ്മയുടെ സ്വർഗകവാടം. കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ പ്രസിഡന്റ്? സർദാർ KM പണിക്കർ. കേരള സാഹിത്യ അക്കാദമിയുടെ മുഖപത്രം? സാഹിത്യലോകം. കേരള സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിൻ്റെ പുസ്തക വിൽപ്പനശാലയുടെ പേരെന്ത്? നാഷണൽ ബുക്ക് സ്റ്റാൾ. മലയാളത്തിലെ ആദ്യ സന്ദേശകാവ്യം? ഉണ്ണുനീലി സന്ദേശം. മലയാളത്തിലെ ആദ്യ മഹാകാവ്യം ഏത്? രാമചന്ദ്രവിലാസം. മലയാളത്തിലെ ആദ്യ വർത്തമാന പത്രം ഏത്? രാജസമാചാരം. ഇന്ത്യ എൻ്റെ രാജ്യം, എൻ്റെ സ്വന്തം രാജ്യം എന്ന് തുടങ്ങുന്ന കവിത രചിച്ചതാര്? ചെമ്മനം ചാക്കോ. രാത്രിമഴ എന്ന കവിതാ സമാഹാരം ആരുടേത്? സുഗതകുമാരി. ഉപ്പ് എന്ന കൃതിയുടെ രചയിതാവ്? ONV കുറുപ്പ്. ഋതുക്കളുടെ കവി എന്നറിയപ്പെടുന്നത്? ചെറുശ്ശേരി. ചെറുകാട് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നതാര്? C. ഗോവിന്ദ പിഷാരടി. നിളയുടെ കവി എന്നറിയപ്പെടുന്നത്? P. കുഞ്ഞിരാമൻ നായർ. തോപ്പിൽ വാസി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത്? ഭാസ്കരൻ പിള്ള. ആൽക്കമിസ്റ്റ് ആരുടെ കൃതിയാണ്? പൗലോ കൊയ്ലോ. ദൈവത്തിൻ്റെ വികൃതികൾ എന്ന കൃതിയുടെ രചയിതാവ്? M. മുകുന്ദൻ. PN പണിക്കർ നയിച്ച ഗ്രന്ഥശാല സംഘത്തിന് ലഭിച്ച യുനെസ്കോ അവാർഡ് ഏത്? ക്രുപ്സ്കായ അവാർഡ്.
മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ. വാസനാവികൃതി. ബാലമുരളി എന്ന തൂലികാനാമത്തിൽ രചന നടത്തിയിരുന്നത് ആര്? ONV കുറുപ്പ്. യുദ്ധവും സമാധാനവും എന്ന വിഖ്യാത കൃതിയുടെ രചയിതാവ് ലിയോ ടോൾസ്റ്റോയ്. കുമാരനാശാന്റെ വീണപൂവ് ആദ്യം പ്രസിദ്ധീകരിച്ചത് ഏത് പ്രസിദ്ധീകരണത്തിൽ? മിതവാദി. ഈ റീഡിംഗ് എന്നതിലെ ഈ അർത്ഥമാക്കുന്നത് എന്താണ്? ഇലക്ട്രോണിക്. വായിക്കപ്പെടുന്നത് എന്നർത്ഥമുള്ള മുസ്ലിങ്ങളുടെ പുണ്യഗ്രന്ഥം ഏതാണ്? വിശുദ്ധ ഖുർആൻ. ദേവകി നിലയങ്ങോടിൻ്റെ ആത്മകഥയുടെ പേരെന്ത്? നഷ്ടബോധങ്ങളില്ലാതെ. ഇന്ത്യ വിൻസ് ഫ്രീഡം ആരുടെ ആത്മകഥയാണ്? അബ്ദുൽ കലാം ആസാദ്. കോട്ടക്കൽ ശിവരാമൻ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കഥകളി. ചെമ്മീൻ എന്ന നോവൽ പശ്ചാത്തലമായ കടപ്പുറം. പുറക്കാട്. ദേശീയ ലൈബ്രറിയൻ ദിനം എന്നാണ്? ഓഗസ്റ്റ് 12 SR രംഗനാഥൻ്റെ ജന്മദിനം. ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ ലൈബ്രറി ഏത്? പാർലമെന്റ് ലൈബ്രറി. ത്രിപുര സന്ദേശ കൊച്ചമ്മ ഏത് നോവലിലെ കഥാപാത്രമാണ്? ധർമ്മരാജ CV രാമൻ പിള്ള. മാതൃഭൂമിയുടെ സ്ഥാപക പത്രാധിപർ ആര്? KP കേശവമേനോൻ. ജ്ഞാനപീഠ പുരസ്കാരം ഏർപ്പെടുത്തിയതാര്? ശാന്തി പ്രസാദ് ജെയിൻ. ജൂൺ 19 വായനാ ദിനമായി പ്രഖ്യാപിച്ചത് ഏതു വർഷം? 2017. മലയാള സാഹിത്യ ചരിത്രം എഴുതിയ കവി ആര്? ഉള്ളൂർ S പരമേശ്വരയ്യർ. മലയാളത്തിലെ ആദ്യത്തെ യാത്രാവിവരണ ഗ്രന്ഥം ഏത്? വർത്തമാന പുസ്തകം. മലയാളത്തിലെ ആദ്യ അപസർപ്പക നോവലായ ഭാസ്കരമേനോൻ എഴുതിയതാര്? അപ്പൻ തമ്പുരാൻ. പ്രഥമ കേരള ജ്യോതി പുരസ്കാരം നേടിയ സാഹിത്യകാരൻ? MT വാസുദേവൻ നായർ. കോവിലൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത്? VV അയ്യപ്പൻ. അമ്മ എന്ന റഷ്യൻ നോവൽ രചിച്ചതാര്? മാക്സിം ഗോർക്കി.